ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇത് നമ്മുടെ PYQ സെക്ഷനാണ് കേട്ടോ. PYQ സീരീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ നമ്മൾ 70 GK ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആകും കേട്ടോ. നമ്മൾ PYQ ഇങ്ങനെ പഠിക്കുന്നതിലൂടെ ഉറപ്പിക്കുന്നതിലൂടെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും വേഗം പഠിച്ചു പോകാം, നമുക്കൊന്നും കൂടെ ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇത് നമ്മുടെ 10th പ്രിലിംസിനും VFAക്കും LDCക്കും മെയിൻ എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി ഏത് എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും നമ്മൾ PYQ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പോയിൻ്റെങ്കിലും അതിൽ നിന്ന് കിട്ടാണ്ടിരിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലെങ്കിലും ചോദിക്കാതെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡോക്ടർ DS കോത്താരിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ DS കോത്താരി. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ഡിസംബർ 10. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണ്? മെറ്റേണിക്ക്. ഇത് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണ്? മെറ്റേണിക്ക്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കൂറൂളി ചേകോനാണ് കേട്ടോ. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കൂറൂളി ചേകോൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിൽ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിൽ. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? 7:30 PM. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചിലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. ഇവയെല്ലാം എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ധനനയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ 3 പ്രസ്താവനയും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ നയം നടപ്പാക്കുന്നത് ഏതിലൂടെയാണ്? ബജറ്റിലൂടെയാണ്. പൊതുകടം, പൊതുചിലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നെന്താണ്? അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? 61. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? 61 ഭേദഗതി പ്രകാരം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം? ലാറ്ററൈറ്റ് മണ്ണിനം. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ്? ദേശീയ ജലപാത 3. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഉത്തര മഹാസമതലത്തെ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഉത്തര മഹാസമതലം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂതല ഛായാഗ്രഹണം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭൂതല ഛായാഗ്രഹണം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത്? ഇന്ദിര പോയിന്റ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ദിര പോയിന്റ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. പശ്ചിമ അസ്വസ്ഥത.
ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകമാണ് പശ്ചിമ അസ്വസ്ഥത. അപ്പോൾ സ്വാധീനിക്കുന്നത് അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം എന്നിവയാണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. എന്താണ്? താരതമ്യേന വീതി കുറവാണ്, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താരതമ്യേന വീതി കുറവാണ്, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീര സമതലം നീളുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതേത്? കല്ലുമല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ഇത് രണ്ടും സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എന്തൊക്കെയാണ്? കല്ലുമല സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്, പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്? 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായിരിക്കുന്നത് 1949 ജൂലൈ 1. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ചമ്പാരൻ. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ചമ്പാരൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ? ജൊനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ജൊനാഥൻ ഡങ്കൻ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത്? ബന്ധമുള്ളത് നിയമലംഘന പ്രസ്ഥാനം പിൻവലിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളാണ്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. പക്ഷേ പ്രവിശ്യയിലെ ദിഭരണം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉടമ്പടി അതിലില്ല, ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ ഇല്ല. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് NS മാധവൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് ആരാണ്? കമൻറ്റ് ചെയ്യണേ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പാക്കിയ സംസ്ഥാനം? വെസ്റ്റ് ബംഗാൾ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പാക്കിയ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഹാൻകാങ്ങിനാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഹാൻകാങ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതേത്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഇതിപ്പം നിയമപരമായിട്ടുള്ള അവകാശമാണ്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതെല്ലാം തെറ്റാണ്. അത് ഒഴിവാക്കാൻ കാരണം നമുക്കിതിൽ എത്രത്തോളം GK ക്വസ്റ്റ്യൻസ് നല്ല GK ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസറായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുമോ അത്രയും നല്ലത്. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിട്ടുള്ളത് കേട്ടോ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. എന്തൊക്കെയാണ്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇപ്പോൾ കഴിഞ്ഞ FAPU എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക കേട്ടോ. ഏത് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്? 93 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ്. ആസ്ഥാനം എവിടെയാണ് വരുന്നത്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 അയിത്തോച്ചാടനം. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷകൻ ഏതാണ്?
വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും 32. വകുപ്പ് 32 പഠിച്ചിരിക്കുക. തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അയിത്തോച്ചാടനം വകുപ്പ് 17. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21. 21 വകുപ്പ് അനുസരിച്ചിട്ടാണ് പുകവലിയൊക്കെ പൊതുസ്ഥലങ്ങളിൽ പുകവലിയൊക്കെ നിരോധിച്ചിരിക്കുന്നത് 21-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ്. കൂടാതെ ഇഷ്ട പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലഭിക്കുന്നതും വകുപ്പ് 21 പ്രകാരമാണ്. പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായിട്ട് പറയുന്നത് വകുപ്പ് 32. ഇമ്പോർട്ടൻ്റ് ആണ്, അതത്രയും പഠിക്കണേ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. പൊതുസ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ്. പൊതുസ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ഭരണഘടനയുടെ 8-ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? 22. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? 22. ഭാഷകൾ ഉൾപ്പെട്ടിട്ടുള്ള പട്ടികയാണ് 8. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമേത്? കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? 9. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിൽ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? വി അബ്ദുറഹിമാൻ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. അയ്യങ്കാളി ജനിച്ചതെന്ന്? 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ചതെന്ന്? 1863 ഓഗസ്റ്റ് 28. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈക്കം. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കം. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വി ടി ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, വൈകുണ്ഠസ്വാമി എന്നിവരെന്താണ്? കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. മഹാദേവ് ഗോവിന്ദ റാനഡെ ദേശീയ തലത്തിലുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി കെ എം പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി കെ എം പണിക്കർ. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലാണ് ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. AKG. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ആ പോയിന്റുകൾ നമുക്കൊന്നും കൂടെ ഒന്ന് വായിക്കാം. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലാണ് ജനിക്കുന്നത്. 1927 അദ്ദേഹം INCയിൽ ചേർന്നിട്ടുണ്ട്. പിന്നീട് എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ ജീവിതകഥ എന്നതാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഫതഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അത് 2ഉം പഠിച്ചിരിക്കുക കേട്ടോ. ഫതഹദൽ മുബീൻ എന്ന അറബി കാവ്യം കേട്ടോ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കവി ഗാസി മുഹമ്മദാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ തെറ്റ് പറ്റിയതാണോ എന്നൊരു സംശയം. ഫതഹദൽ മുബീൻ ആണോ? ഫതഹുൽ മുബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗാസി മുഹമ്മദിൻ്റെ ഒരു കൃതിയുണ്ട്. ഫതഹദൽ മുബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തോ പറ്റിയതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഫതഹൽ ഞാൻ ഒറിജിനൽ മറന്നു. ഇത് പഠിക്കാം. ഫതഹദൽ മുബീൻ എന്ന് പറഞ്ഞിട്ടുള്ള അറബി കാവ്യം എഴുതിയത് ആരാണ്? കവി ഗാസി മുഹമ്മദാണ് എഴുതിയിരിക്കുന്നത്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട് ഈ അറബി കാവ്യത്തിൽ. ഫതഹുൽ മുബീൻ കേട്ടോ, ഫതഹുൽ മുബീൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? വടകര. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര.
ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യത്താൻ ഗോപാലൻ. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ G.P. പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയൽ. ബാരിസ്റ്റർ G.P. പിള്ള മലയാളി മെമ്മോറിയലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര്? S. നീലകണ്ഠ അയ്യരാണ്. അപ്പോൾ പെടുന്നവർ A. പനമ്പള്ളി ഗോവിന്ദമേനോൻ, E. ഇക്കണ്ട വാര്യർ, C. ഷൺമുഖം ചെട്ടി എന്നിവരാണ് കേട്ടോ. ഷൺമുഖം ചെട്ടി, പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ എന്നിവർ കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടുന്നതാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു. ഏത്? അഗസ്തീശ്വരം. ഇപ്പറയുന്നതിൽ ഒരു 4-5 ക്വസ്റ്റ്യൻ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള 8ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ആ ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഇട്ട ക്ലാസ്സാണ് തോന്നുന്നു. SCERT സീരീസിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം? നിശാന്തത. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്നിവ ഒരു ജീവിതശൈലി രോഗമാണ്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം എന്നിവ എന്താണ്? ഒരു ജീവിതശൈലി രോഗമാണ്. ഹീമോഫീലിയ എന്ന് പറയുന്നത് എന്താണ്? പാരമ്പര്യ രോഗമാണ്. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? റേച്ചൽ കഴ്സൺ. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റിൻ്റെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായിട്ടുള്ള HIV വൈറസ് പെരുകുന്നത്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ? കരളിൽ വെച്ചിട്ടാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം? പ്രിയങ്ക. പാവൽ പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം? 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ചത് 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുകയാണ് 5 ലക്ഷം രൂപ. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്ന പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ പറഞ്ഞിരിക്കുന്നത് 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ എന്നുള്ളതാണ്. ഇതിൽ നോക്കൂ, ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? താഴേക്ക് വലിക്കുകയാണ്. അപ്പോൾ അതവിടെ എന്താണ്? നെഗറ്റീവാണ്. ഇനി തെങ്ങിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവാണ്. താഴേക്ക് തന്നെയാണ് തേങ്ങ വീഴുന്നത്, പോസിറ്റീവാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം ആ കല്ലിൽ എന്താണ്? ബലം കൊടുക്കുന്നത് പോസിറ്റീവാണ്. നാം മുകളിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്, അവിടെ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ആ 2 പ്രവൃത്തികൾ മാത്രമാണ് എന്തവിടെ? പോസിറ്റീവായിട്ടുള്ള സന്ദർഭമായിട്ടിരിക്കുന്നത്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെയും Fനും Pക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം ഏത്? Fനും Pക്കും ഇടയിലാണ് കേട്ടോ. അതിൻ്റെ എന്തായിരിക്കും? വസ്തുവിനേക്കാൾ വലുത് മിഥ്യ, നിവർന്നതായിരിക്കും. വസ്തുവിനേക്കാൾ വലുത് മിഥ്യയായിരിക്കും, നിവർന്നതുമായിരിക്കും അതിൻ്റെ പ്രതിബിംബം എന്ന് പറയുന്നത്. Fനും Pക്കും ഇടയിലാണെങ്കിൽ. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷാണ് 310 കെൽവിനായിരിക്കും. ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം ഏത്? U² = V² - 2AS. U² = V² - 2AS ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യമാണ്. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. രാസോർജ്ജം ഗതികോർജ്ജമായിട്ടാണ് മാറുന്നത്. പെട്രോൾ കാറിൽ രാസോർജ്ജം ഗതികോർജ്ജമായിട്ടാണ് മാറുന്നത്.
സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. സൂര്യഗ്രഹണമാണ്. സൂര്യഗ്രഹണം. ഭൂമിക്കും സൂര്യനുമിടയിൽ മൂൺ വരുന്നു. EMS എന്ന് പഠിച്ചാൽ മതി കേട്ടോ. സൂര്യഗ്രഹണത്തിൻ്റെ കോഡാണ് EMS. ഭൂമിക്കും സണ്ണിനുമിടയിൽ, എർത്തിനും സണ്ണിനുമിടയിൽ മൂൺ വരുന്നതാണ് സൂര്യഗ്രഹണം. ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നില്ല. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഓർത്ത് വെച്ചേക്കണേ, ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ എന്താണ്? ഡയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എന്താണ്? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ആറ്റോമിക സംഖ്യ 8 മൂലകം ഏത്? ഓക്സിജൻ. ആറ്റോമിക സംഖ്യ 8 മൂലകമാണ് ഓക്സിജൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ 80 GK ക്വസ്റ്റ്യൻസും ആൻസറും നമ്മൾ നല്ല വെടിപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇത് നെഗറ്റീവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളിതിങ്ങനെ ഇതന്നെ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ചിട്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഹിസ്റ്ററി ഭാഗത്തു നിന്നൊക്കെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കേൾക്കുന്നത്, നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് മൂലം നമുക്ക് എന്താണ് നെഗറ്റീവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടുതൽ നല്ല നല്ല പോയിന്റുകൾ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള പോയിന്റുകളൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നല്ലൊരു ക്ലാസ്സിൽ വീണ്ടും നല്ലൊരു ക്ലാസ്സുമായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു. ഒരു കാര്യം കൂടെ കേട്ടോ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാനിതെല്ലാം പ്ലേലിസ്റ്റിൽ ഇട്ടേക്കാം. ഇനി നമ്മുടെ 10th പ്രിലിംസിനും VFAയുടെ മെയിൻ എക്സാമിനും നിങ്ങൾക്കറിയാലോ, VFAക്ക് മെയിൻ എക്സാം ഇല്ല, VFAക്ക് പ്രിലിംസ് ഉൾപ്പെടുത്തിയിട്ടില്ല. VFAക്ക് നേരിട്ട് മെയിൻ എക്സാമാണുള്ളത്. പിന്നെ ബെബ്കോ LDയും LGSും കമ്പനി ബോർഡ് LGSും പ്രിലിംസിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്രിലിംസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ഫാക്റ്റൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്ന് കരുതിയിട്ട് അത് മാത്രം പഠിക്കരുത്. നമ്മൾ നമ്മുടെ മെയിൻ എക്സാമിനും കൂടിയുള്ള മുന്നിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ട് SCERT കാര്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടത് കേട്ടോ. നമ്മുടെ ഈ സിലബസുമായിട്ട് അടുത്ത് നിൽക്കുന്ന SCERT ചാപ്റ്റേഴ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നമ്മൾ SCERT സീരീസ് തുടങ്ങിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറിയിട്ട് കാണുക കേട്ടോ. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓരോ ടോപ്പിക് കഴിഞ്ഞതിന് ശേഷവും ഞാൻ മോക്ക് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൽ മോക്ക് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.